സഹസ്രദലസം എന്റെ ദൈവമേ, ഞാനിത് എന്തോ ഈ കാണുന്നത്? ഇത്രയും നാട് നറപ്പിച്ച് നടന്ന ഗുണ്ടയാ ഇപ്പൊ താണ്ട് വിളക്ക് കത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഒരു പെണ്ണ് വന്ന് വീട്ടിൽ കയറാൻ നേരത്ത് എത്ര വലിയ ഗുണ്ടയാണെങ്കിലും അവൻ അങ്ങ് നന്നാകും. മോനെ, As is the human body, so is the cosmic body. As is the human mind, so is the cosmic mind. As is the microcosm, so is the macrocosm. മോനെ, എവിടുന്ന് കിട്ടി മോനെ? എന്തോന്ന് കഞ്ചാവ്? എടാ, നീ അല്ല പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീ ഇവിടെ സംസാരിക്കുന്നത് എന്തിനാടാ? എന്റെ ദുശീലങ്ങളെല്ലാം മാറ്റി എനിക്ക് നല്ലൊരു കാലം വരാൻ അറിയാലോ. എന്റെ കല്യാണമൊക്കെ അടുത്ത് വരെയാണ്. സെറ്റപ്പ് ഒക്കെ നടക്കണ കാര്യം അറിയാലോ. അപ്പൊ എന്റെ ഈ ദുഷ്ടപ്രവൃത്തികളൊക്കെ നിർത്തി ഈശ്വരന്റെ പാതയിലോട്ട് ഞാൻ പിന്തുടരാൻ പോവുകയാണ്. എന്റെ മാതാശ്രീ. മഹാഭാരത സീരിയൽ കണ്ടൊരു എഫക്ട്. മാതാശ്രീ, നീയോ കുടുംബശ്രീക്ക് പോകുന്ന എന്നെ വിളിച്ചത് കേട്ടില്ലേ മാതാശ്രീ? എന്താണ് വത്സ? എനിക്കൊരു ഗ്ലാസ് ചായ തരൂ മാതാശ്രീ. എന്റെ പൊന്നു മോന് എത്ര ചായ വേണമെങ്കിലും അമ്മ എടുത്തോണ്ട് വരാം കേട്ടാ. അതുവരെ ഞാനിവിടെ ഒരു ശയനപ്രദർശനം ചെയ്തോട്ടെ. മക്കളെ, ശയനപ്രദർശനം ചെയ്യുന്ന ഇവിടെ അല്ലല്ലോ, അങ്ങ് അമ്പലത്തിലല്ലേ. എന്റെ കൺകണ്ട ദൈവമായ എന്റെ മാതാശ്രീ ഈ ഭവനത്തിലുള്ളപ്പോൾ നോമെന്തിനാ വല്ലയിടത്തും പോയി ശയനപ്രദർശനം ചെയ്യുന്നത്? ശരി കെയർ പ്രസാദേ. അയ്യോ, പിന്നെ നാളെ നന്നാവാൻ പോണ ഞാൻ. പറ്റിക്കാൻ നോക്കുന്ന എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടടാ ഈ സാധനം വീട്ടിനകത്തോട്ട് കൊണ്ടുവരുന്നത്. പറ്റിക്കാൻ നോക്കുന്ന നീ കൊണ്ടുവാ. നിങ്ങൾക്കറിയാമോ, കുടുംബം നശിപ്പിക്കുന്ന സാധനമാണിത്. എണ്ണനൈറ്റവാ. പിന്നെ ഇന്നിവിടെ ഈ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ ഇതിനകത്തുനിന്ന് ഒരു 3 പെഗ് ഞാൻ ഒഴിച്ചങ്ങ് കളയും. ഒഴിച്ച് കളയണേ കൊള്ളാം, വെള്ളം ഒഴിച്ച് വേണം കളയാൻ, ഇല്ലേ കൂമ്പ് വാടിപ്പോകും. എനിക്കറിയാതെ അങ്ങോട്ടങ്ങനെ പോട്ടെ. പിന്നെ അമ്മയുടെ ഞാൻ പ്രത്യേക ഒരു കാര്യം ചോദിക്കാൻ പോകുക. ഒഴിച്ചുകുട്ടി ഈ വീട്ടിലോട്ട് വരുന്നതിനോട് അമ്മയുടെ താല്പര്യം എന്താ? കാല് ഞാൻ തല്ലിയോടി. എടാ, കഴിഞ്ഞ ആഴ്ച വന്ന് നമ്മുടെ ചാർത്തിനകത്ത് കയറിട്ട് 12 മക്കളെ പെറ്റിട്ടിട്ട് പോയത്. പൊടിച്ചുപട്ടിയല്ല, പൊടിച്ചുകുട്ടി, എന്റെ മുറപ്പെണ്ണ്. അമ്മക്കറിയാവോ? പിന്നെ എനിക്കറിഞ്ഞൂടാ എന്റെ ആങ്ങളുടെ മോളെ. അയ്യോ, അതല്ല, എന്റെ പൊടിച്ചു മോളെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ 10ാം ക്ലാസ് അല്ല MS ധോണി വരെ സ്വന്തമാക്കും. പിന്നെ സഞ്ജു സാംസനെ കൂടെ വിളിച്ചോണ്ട് വരാൻ. എടാ, MS ധോണി അല്ല, MSW. അത് തന്നെ. നിന്നെ കെട്ടാൻ പോകുന്ന പെണ്ണെന്തോ പറഞ്ഞിരിക്കുന്നത്? അത് 10ാം ക്ലാസ് പാസ്സായാലേ അവൾ എന്നെ കെട്ടുള്ളൂ. ആണല്ലോ. എന്നിട്ട് മോൻ എത്രാം ക്ലാസ് വരെ പാസ്സായി? അതിന് ഞാൻ സ്കൂളിൽ പോയില്ലല്ലോ. എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് നിന്നെ ഇന്നിവിടെ എഴുത്തിനിരുത്തി ചടങ്ങ് നടത്താൻ പോണത്. വേറെ ആരും അല്ല വരുന്നത്. എന്നെ പണ്ട് എഴുത്തിനിരുത്തി ആശാനാണ് ഇങ്ങോട്ട് വരുന്നത്. മനസ്സിലായോ? നീ ഒരു കാര്യം ചെയ്യ്, അകത്ത് പോയി കുളിച്ചൊരുങ്ങി നല്ല വൃത്തിയോട് ഉയർന്നോട് കൂടി ഇങ്ങോട്ട് വരിക. ശരി, വള്ളുവനാടാൻ തള്ളേ. ഇതെന്തോന്ന് ഭാഷയമ്മ? അല്ല, സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ റീ എൻട്രി നടത്തിയതാണല്ലോ, അതുകൊണ്ടൊന്ന് കൈ നിട്ട് നോക്കിയതാ. ഏറ്റില്ല. അല്ലല്ലോ, അങ്ങനെ ചില സാധനങ്ങൾ പറഞ്ഞ ഏക്കില്ല. എത്ര റീ എൻട്രി ഉണ്ടെങ്കിലും കിടിലൻ സാധനം അടിച്ചാലേ ഇവിടെ കയറുള്ളൂ. ഈ ഒരു കാര്യം പോയി ഒരുങ്ങാൻ നോക്കി പറയും, എല്ലാം റെഡിയാക്കി വെക്കുകയും. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമൂതി ജന്മഗേഹം വിട്ടിറങ്ങിപ്പോരും അഭയാർത്ഥിയാമൻ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ ഇത്തിരി സ്നേഹാമൃതം. നല്ലൊരു ചടങ്ങ് നടക്കുന്ന ദിവസമായിട്ട് ആരെയും പിച്ചക്കാരനൊക്കെ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? അയ്യോ ആശാനെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല ആശാനെ. പണ്ട് ഞാൻ ആശാനെ കാണുന്ന സമയത്ത് ആശാൻ താണ്ട് ഇത്രയേ ഉള്ളായിരുന്നു. ഇപ്പൊ വളർന്ന് പന്തലിച്ച് പേരാല പോലെ നിൽക്കുവാണോ? കൊച്ചാ, ഞാൻ ഇപ്പോഴും അത്ര തന്നെ ഉള്ളൂ. ആശാന് കുടിക്കാനായിട്ട് ബ്ലാക്ക് ടീ വേണോ ഗ്രീൻ ടീ വേണോ? വേറെ ഏതൊക്കെ കളറുണ്ട്? എന്താ കളറുണ്ടോ? ആ തരുവാണ് ഞാൻ മച്ചാന്ന് ഞാൻ കുടിക്കും. ആശാൻ ഇത് എന്തൊക്കെയാ ആശാനി പറയുന്നത്? അമ്പടി കള്ളി, എനിക്ക് സംഭാരം ഇഷ്ടമാണെന്ന് നിനക്കറിയാം. പുളി ലേശം കൂടുതലാ. ഇവിടെ തളിക്കാൻ വെച്ചിരുന്ന ഗോമൂത്രം വരുന്നത്. പൂച്ച വെച്ച് കിടപ്പുണ്ടോ ഇവിടെ? വാള് വെച്ച് കളഞ്ഞതാ. എന്റെ പൊന്നെ ആശാൻ, ഇതൊക്കെയാണോ ആശാൻ പറയുന്നത്? എന്തായാലും നമ്മുടെ മോനെ ഞാൻ എഴുതിക്കും. നമ്മുടെ മോനല്ല, എന്റെ മോന്. എന്റെ പൊന്നോ, നിന്റെ മോൻ. അത് ഞാൻ പറഞ്ഞ് രജിസ്റ്റർ ചെയ്താ, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും. അപ്പോ മോനെ ഇങ്ങോട്ട് വിളിക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് വേറെ എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഒരു കാര്യം ചെയ്യാം, നല്ലൊരു തൂശനല വേണം, എടുത്തോണ്ട് വരാം. കീറാൻ പാടില്ല. കീറത്തില്ല. അയ്യോ ഭഗവാനെ,
എടാ, കൊച്ചിന് നല്ലത് മാത്രം വരുത്തണേ ഭഗവാനേ. എന്താ കാണിക്കുന്നത്? ആടാ നീ എഴുതിക്കാൻ വന്നു. എഴുതിക്കാൻ സ്കൂളിൽ പോടാ. ആടാ നീ? ഞാൻ ആശാനാണ്. ഈ നാട്ടുകാർക്കെല്ലാം അറിയാം ഞാൻ ആശാനാണെന്ന്. നിന്റെ അച്ഛന്റെ പേര് പറയണം. നിന്റെ നീ എവിടെ അടുത്താണ്? എവിടെയാണ് നീ? പഴയോടാ വീട്ടിൽ പോടാ. വീട്ടിൽ പോടാ. എന്ത് പറ്റി ആശാനെ? ഈ ചേട്ടായി എന്നെ പേടിപ്പിച്ച. ചേട്ടായിയോ? ആശാൻ ഇതെന്റെ മോനാണ്. പണ്ട് ഞാൻ എഴുത്തിരുത്തി കൊണ്ടുവന്നില്ല. എന്റെ മോനാണത്. അവനാണോ ഇത്? ആശാന് ആശാൻ ക്ഷമിക്കണം. ആശാൻ എന്നെ അനുഗ്രഹിക്കണം. ആശാൻ എന്റെ ദൈവമാണ്. ആശാനെ അനുഗ്രഹിക്കണം. ആശാനെ എനിക്ക് തെറ്റുപറ്റില്ല. ചോദിച്ചില്ല. ആശാനെ വണങ്ങാതെ ഉയിരില്ലയേ. ഉയിര് ദൈവമേ, എന്റെ ഉയിരങ്ങ് പോയി. അപ്പൊ ട്യൂഷനല്ല കിട്ടി. ഇറാത കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്നാ പരിപാടി ആചാരി കാണിക്കുന്നത്? എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കീറി പറിച്ചിലും കിട്ടണോ? ഒരു സമാനം ഉണ്ടാവും. എന്റെ ആശാൻ എന്തൊക്കെ ഈ കാണിക്കുന്നു? മര്യാദയ്ക്ക് ഇവിടെ ചടങ്ങ് നോക്കാൻ നോക്ക്. ഇപ്പൊ രാഹുകാലം വന്നേക്ക് മുമ്പ് നമുക്ക് ചടങ്ങിലേക്ക് എടുക്കാം. അപ്പൊ ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് നിക്കാം. ഞാൻ പറയണ മന്ത്രം ഏറ്റങ്ങോട്ട് ചൊല്ലുക. ഭാരതഖണ്ഡേ ഭാരതഖണ്ഡേ ഭാരതവർഷേ ഭാരതവർഷേ. ഞാനത് കണ്ടേ. എന്നത് വേണ്ടേ? അപ്പോ ഹരിശ്രീ ഗണപതായേ. അല്ല, ഞാൻ പറട്ടെ, എഴുത്തിനിരുത്തേണ്ട ആളെ നമുക്ക് വേണ്ടേ? വേണം. വേണം. അപ്പൊ ആ ചടങ്ങിലോട്ടാണ് കിടക്കേണ്ടത്. എവിടെ ആ കള്ളൻ? കൊച്ചു കള്ളനെ വിളിക്കുക. താണ്ടിരിക്കുന്നു. ഇതാണ് എന്റെ മോൻ. ഇവനെയാണ് എഴുത്തിനിരുത്തേണ്ടത്. ഇവനാണോ? പിന്നെ ആശ മടിയിലിരുത്തി ഇവനെ എഴുതിക്കണം. ഇവനാ ഞാനാ? എന്റെ അമ്പാടി കണ്ടോ? മഹാമതേ മാപ്പു നൽകൂ ഗുണനിധേ. രക്ഷപ്പെട്ട്. എങ്ങോട്ട് രക്ഷപ്പെട്ടെന്ന്? അവിടെ പീച്ചൂഷ നീ പോന്ന എന്റെ ഒപ്പം. എന്റെ പൊന്നെ ആശാനെ മര്യാദയ്ക്ക് എഴുതിക്കാൻ നോക്ക് ആശാനെ. എന്നെ എഴുത്തരിത്താ. ഹലോ, മെഡിക്കൽ കോളേജല്ലേ? ഈ പ്രാവശ്യം അവിടെ പുതിയത് വരുന്ന പിള്ളേർക്ക് 2 ചെറിയ തുടയല് ആശാന്റെ വക സംഭാവന. പിന്നെ ഇവിടെ അടുത്ത് ഭജനക്കാർ വല്ലവരും ഉണ്ടോ? എന്റെ ആങ്ങളെ ഉടുക്കു കൂട്ടും. എന്നാ ആങ്ങളെ അടുത്ത് പറ, ചെറിയ ഉടുക്കൂറ്റിക്കിടാനുള്ള 2 തോല് ഓക്കെ എന്ന് പറഞ്ഞേക്ക്. ആശാൻ ഇത് എന്തൊക്കെയാ ആശാൻ ഈ പറയുന്നത്? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. കാര്യങ്ങളിലേക്ക് അവിടെ കിടക്കാം. കാര്യങ്ങൾക്ക് കിടക്കാം. അരി എവിടെയാ? അരി ഇല്ല കേട്ടോ. പിന്നെ അരിയിലെഴുതിക്കില്ലത്. ചെറുക്കന് ഷുഗർ ആയതുകൊണ്ട് ഞാൻ ഓട്സാ മേടിച്ചു വെച്ചത്. ഓട്സിൽ അടിച്ചാ മതി. എങ്കിൽ ഞാനും കുത്തും. എന്നെ കുത്തേ ഞാൻ കുണ്ടയാണ്. എടാ ഇത് ആ മുള്ളു താഴെ മുള്ളല്ലെന്ന്. പിന്നെ എടത് നാരായത് ചാരായം കുടിച്ചോണ്ടാ. വളരെ മോശമായി പോയി. എന്തിനാ ഈ ചാരയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഈ അന്നേരം ഞാൻ കൊണ്ട് കളഞ്ഞേക്കെ. നേരത്തെ ഒരു 3 പെഗ് കളയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ അങ്ങ് കളയാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, താലി എടുക്കാം. എന്തിനു താലി? സ്വർണ്ണം എടുക്ക. സ്വർണ്ണം വേണ്ട നാക്കിലെഴുതാൻ. അമ്മ ആ കഴുത്തി കിടക്കുന്ന താലി ഒരു കുടമ്മ. കഴുത്തെ കിടക്കുന്ന താലി ഊരി കൊടുത്ത്. നിങ്ങൾക്കറിയാവോ, ഈ കഴുത്തിന് ചുറ്റും വലിയൊരു മാല ഉണ്ടായിരുന്നു. അതവൻ തിന്നതാ. ഈ ചെറുക്കൻ മാലയാണോ തിന്നണേ? മാലയല്ലെന്ന്, ഈ മാല വിറ്റ് മൊത്തം തിന്നതാണ്. അമ്മ ആ താലി ഊരി കൊടുക്കുന്നുണ്ട് അമ്മ. വേഗം എടുക്ക്. എനിക്ക് 10ാം ക്ലാസ് ജയിച്ചിട്ട് വേണം എന്റെ പൊടിച്ചു മുള കെട്ടാൻ. എവിടെ? ഇല്ല, വരാനും നിന്നോട് ഞാനാ പറഞ്ഞേ. വരൂല. എടാ ഇവിടെ വരാൻ. എന്താ ആശാന്? മോനെ നീട്ട നാക്ക്. എടാ നാക്ക് നീട്ടാൻ. അമ്മ അമ്മ എന്തു പറ്റി? എന്നോടാ ഗുണാക്കേവോ? നീട്ടിക്കണം. എന്റെ ഭഗവാനെ, എന്റെ ഭർത്താവിനെ ഇങ്ങ് തിരിച്ചു തന്നേക്ക്. എഴുതി കഴിഞ്ഞില്ലേ? എന്റെ ഭർത്താവിനാവൻ തിന്ന് ആ താലി ആ ചർക്ക വിഴുങ്ങിന്ന്. എടാ, ഇത്ര നാള് നിനക്ക് തന്തേ തല്ലി എന്നുള്ളൊരു പേരുള്ളായിരുന്നടാ. നീ ഇപ്പൊ തന്തെ തിന്നവനായല്ലേടാ. ഇത്രേ മെനകെട്ട ഒരു ചർക്കനെ എന്റെ ജീവിതത്തിൽ ഞാൻ എഴുതിച്ചുള്ള ഇന്ന് വരെ. എന്റെ ലെവല് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അക്ഷരം പഠിപ്പിച്ച ആൾക്കാര് മൊത്തം MD ലെവലുള്ള ആൾക്കാരാ. കണ്ടോ, MD വാസുദേവൻ നായർ വരെ എഴുതിച്ച ആളാണ് ഈ നിൽക്കുന്നത്. അതാരാ? MD വാസുദേവൻ നായർ എഴുതിച്ചെന്ന് പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞേ. പിന്നെ MT കാലി അടിച്ച് ചുമ്മാ കറങ്ങി എടുക്കുന്നത് ഇതുവരെ ഒന്നും എത്തിയുള്ളത്. അത് ശരി. അപ്പൊ വന്ന സമയം തൊട്ട് എന്നെ ഇത്രയും നേരം ഹാസ്യവൽക്കരിച്ചല്ല ആശാമ്പ. എന്തിന്?
വാ ആശാനെ. അല്ല എങ്ങോട്ട് പോകാനാന്ന് പറ. ഓടല് ഇല്ല. ഇവിടെ വരാൻ. എനിക്ക് ഷുഗറുള്ളതാണ്, പിടിക്കരുത്. ഒരു ഷുഗറും നോക്കണ്ടേ. ഇങ്ങോട്ട് വാശാനെ. അമ്മ ആദ്യം നമുക്ക് ഈ ആശാനെ എഴുത്തിനെടുത്താം, എന്നിട്ട് മതി ബാക്കിയുള്ളവരെ എഴുതാൻ പഠിപ്പിക്കണം. സുഭദ്രേ, ഞാൻ നിന്റെ ആശാനാണ്. ഊശാൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.